നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യാത്രയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ പ്രധാനമായും സമയത്തിനെത്തുക എന്നത് പ്രധാനം തന്നെയാണ്. എന്നാൽ കൃത്യസമയത്തിന് യാത്ര ചെയ്യാനുള്ള വിമാനം എത്താതിരുന്നാലോ? അതെ, അതിനി യാത്രക്കാർക്ക് വിമാന കമ്പനികൾ നഷ്ടപരിഹാരം നൽകേണ്ടി വരും. അത്തരത്തിൽ പുതിയ നീക്കവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് സൗദി അറേബ്യ. വിമാനം വൈകുന്നത് വഴി യാത്രക്കാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ കൃത്യമായി ഉയർത്തി സൗദി അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ രംഗത്തെത്തി. നിശ്ചയിച്ച സമയത്തിൽ നിന്നും വൈകി പുറപ്പെടുന്ന വിമാന കമ്പനികളോട് ആദ്യ മണിക്കൂറുകളിൽ തന്നെ യാത്രക്കാർക്ക് ആവശ്യങ്ങൾ ഉന്നയിക്കാമെന്നും ഗാക്ക വ്യക്തമാക്കി. വിമാനം നിശ്ചയിച്ച സമയത്തിൽ നിന്നും വൈകുന്നത് വഴി യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം ബോധവത്കരണം. ഇതിനായി യാത്രക്കാർക്ക് സ്വീകരിക്കാവുന്ന നടപടികൾ ഘട്ടം ഘട്ടമായി വിവരിക്കുകയാണ് സൗദി അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കാം. ടേക്ക് ഓഫ് നേരത്തെ നിശ്ചയിച്ചതിലും 1 മണിക്കൂറിലധികം വൈകിയാൽ യാത്രക്കാർക്ക് പാനീയങ്ങളും റീഫ്രഷ്മെന്റുകളും വിമാന കമ്പനി അധികൃതരോട് ആവശ്യപ്പെടാമെന്ന് ഗാക്ക അറിയിച്ചു. വൈകുന്നത് 3 മണിക്കൂർ വരെ നീണ്ടാലോ? സമയത്തിന് അനുയോജ്യമായ ഭക്ഷണമോ അല്ലെങ്കിൽ മതിയായ പണമോ കമ്പനിയോട് ആവശ്യപ്പെടാം. ടേക്ക് ഓഫ് 6 മണിക്കൂറോ അതിൽ കൂടുതലോ വൈകുകയാണെങ്കിൽ ഹോട്ടൽ താമസവും ഹോട്ടലിലേക്കും തിരിച്ച് വിമാനത്താവളത്തിലേക്കുമുള്ള യാത്രാ ചിലവുകളും വിമാന കമ്പനികളോട് യാത്രക്കാർക്ക് ആവശ്യപ്പെടാവുന്നതാണെന്നാണ് ഗാക്ക വ്യക്തമാക്കുന്നത്. അവകാശങ്ങൾ അംഗീകരിക്കാത്ത കമ്പനികൾക്കെതിരെ ഗാക്കയെ സമീപിക്കാവുന്നതാണെന്നും അതോറിറ്റി വ്യക്തമാക്കി. എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനം തന്നെയാണ് സൗദി അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ എടുത്തിരിക്കുന്നത്. അതേസമയം റിയാദ് എയർ എന്ന പേരിൽ സൗദി പുതിയ ദേശീയ വിമാന കമ്പനി പ്രഖ്യാപിച്ചിരുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യയും സുരക്ഷാ മാനദണ്ഡങ്ങളുമുള്ള നൂതന വിമാനങ്ങൾ ഉപയോഗിച്ച് സർവീസ് നടത്തുന്ന റിയാദ് എയർ ഒരു ലോകോത്തര വിമാന കമ്പനി ആയിരിക്കും. എണ്ണയിതര വരുമാന മേഖലയിലേക്ക് $2000 കോടി കൂട്ടിച്ചേർക്കുമെന്ന് കണക്കാക്കുന്ന എയർലൈൻസ് പ്രത്യക്ഷമായും പരോക്ഷമായും 2 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർലൈൻസ് ആഗോളതലത്തിലുള്ള സൗദിയുടെ യാത്ര വ്യോമയാന വ്യവസായത്തിൽ പുതിയ യുഗത്തിന് തുടക്കമിടുമെന്നാണ് കരുതുന്നത്. 6 മാസം മുൻപ് പ്രഖ്യാപിച്ച റിയാദ് കിങ് സൽമാൻ വിമാനത്താവള പദ്ധതി പോലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉപയോഗിച്ചുള്ള വൻകിട നിക്ഷേപമാണ് വിമാന കമ്പനിയിലും നടത്തുന്നത്. 2030ഓടെ ലോകമെമ്പാടുമുള്ള 100-ലധികം കേന്ദ്രങ്ങളിലേക്ക് റിയാദ് എയർ യാത്രക്കാരെ എത്തിക്കും. അവരുടെ യാത്ര മെച്ചപ്പെടുത്താനും റിയാദ് എയർ ലക്ഷ്യമിടുന്നുണ്ട്. റിയാദിനെ ലോകത്തിലേക്കുള്ള പ്രധാന കവാടമാക്കുകയെന്ന ലക്ഷ്യവും പുതിയ പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട്. പ്രകൃതിദത്തവും സൗദി അറേബ്യയുടെ തനത് സംസ്കാരം പേറുന്നതുമായ ആകർഷക കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾക്ക് എയർലൈൻ അവസരം നൽകും. സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവത്കരണം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള വിമാന കമ്പനി വിഷൻ 2030 അനുസൃതമായി വ്യോമയാന വ്യവസായത്തിന്റെ ആഗോള മത്സരക്ഷമതയെ പിന്തുണയ്ക്കുമെന്നും കരുതുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.